ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഷോപ്പിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ചിക്പേട്ടാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി നോക്കുക. നമ്മുടെ കണ്ണൊക്കെ ബൾജ് ചെയ്തിരിക്കുകയാണ്, ഉറക്കം ശരിയായിട്ടില്ല. അപ്പം ഞാൻ കിച്ചുട്ടും കൂടെ രാവിലെ വെച്ച് പിടിക്കുന്നത് ചിക്പേട്ടിലേക്കാണ്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ചിക്പേട്ടിൽ പോകുന്ന കാര്യം. ഞാൻ ബാംഗ്ലൂർ ഇത്ര നാൾ നിന്നിട്ടുണ്ടെങ്കിലും ഞാൻ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, മെട്രോ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താ കിച്ചുട്ടി പറയാനേ? ഓക്കെ, കിച്ചുട്ടി കാണിക്കുന്നത് ടിക്കറ്റൊക്കെ കിട്ടി. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നിട്ട്? ഞങ്ങൾ രണ്ടുപേരും തലകുത്തി കിടന്ന് ഉറങ്ങുമായിരുന്നു. കാര്യം ഞങ്ങളുടെ കണ്ണുണ്ടോ ഒരുമാതിരി ഇരിക്കുന്നത്. അതെ, ഞങ്ങൾക്ക് ഉറക്കം ശരിയായിട്ടില്ല. ഇപ്പോഴും ഉറങ്ങണമെന്നുണ്ടായിരുന്നു. പ്രതീക്ഷിച്ച ടൈമിൽ ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ രാവിലെ ഉണ്ടല്ലോ 9 മണിയാകുമ്പം ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ സമയം 11 മണിയായിട്ടുണ്ട്. ഇത്ര നേരം ഞങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. രാവിലെ പ്രാർത്ഥിക്കാൻ എണീറ്റു, അത് കഴിഞ്ഞിട്ട് പിന്നെയും ഉറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ മെട്രോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇന്ന് അങ്ങോട്ടേക്കുള്ള വിശേഷങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. പോകുന്ന വഴിയല്ല ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ആൻഡ് ദിസ് ഈസ് അവർ ഔട്ട്ഫിറ്റ് ടുഡേ. ഞാൻ ലെമൺ പോലെ ഉണ്ട്, കിച്ചുട്ടി ഒരു റൗഡി ഗേളിൻ്റെ മാതിരി ഉണ്ട്. ഓക്കെ, ചൂട് ഐ മീൻ ലൈക്ക് അവള് വെയിലിരിക്കാൻ. ഞങ്ങളാണെങ്കിൽ സൺസ്ക്രീൻ വാരി പൊത്തിട്ടുണ്ട്. ഇവിടെ അത്ര ടാൻ വരില്ല നമ്മുടെ നാട്ടിലെ പോലെ, പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഞങ്ങളിത് ഫുള്ള് ഷോളൊക്കെ ചുറ്റിയാണ് പോകാൻ പോകുന്നത്. നോക്കാം, എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇതിൽ കാണുന്നുണ്ടായിരിക്കും. നല്ല തിരക്ക, ഒരു മണ്ണിടാൻ സ്ഥലമില്ല. ക്യൂയില ഗൈസ്. നമ്മൾ ചിക്പേട്ട് എത്തി. ഇനി നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് മുന്നേയായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കണം. പക്ഷെ അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമ്മൾ ഓർത്തു ഷോൾ എടുത്ത് കെട്ടാമെന്ന് ഓർത്തു. കിച്ചൂടി ഫുള്ള് ഷോൾ എടുത്ത് നമ്മൾ നമ്മുടെ ഫേസ് കവർ ചെയ്യണം. ബിക്കോസ് എനിക്ക് ഈ ചൂടത്ത് ടാൻ അടിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ടേക്ക് ദ ഷോൾ. ഉണ്ണി പറയുന്ന പോലെ ആണോ? ഉണ്ണി അങ്ങനെ പറയുന്നത്. ഇവിടെ വെയിലില്ല, വെയിൽ വരുമ്പോൾ കെട്ടാം. ഇപ്പോൾ അത്ര വെയിലില്ല, അതുകൊണ്ട് ഞാൻ അത്ര കെട്ടുന്നില്ല. വെയിൽ വരുമ്പോൾ നമുക്ക് കെട്ടാം. ഓക്കെ, ഫസ്റ്റ് സേഫ്റ്റി ഫസ്റ്റ്. ഇതിനിടയ്ക്കാണെങ്കിൽ ഇപ്പോൾ ഒരാൾ എന്നോട് നമ്പർ ഡയൽ ചെയ്ത് തരുമോ, അവർക്ക് അവരുടെ വൈഫിനെ വിളിക്കാനെന്ന് പറഞ്ഞ്. ഞാൻ ഇല്ലാണ്ടായിപ്പോൾ എൻ്റെ ഫോണും കൊണ്ട് എങ്ങനെ ഓടിപ്പോയാലോ. പിന്നെ ഞാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു, പക്ഷേ ആ പേഴ്സൺ അൺഅവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനി നമ്മൾ ഷോപ്പിംഗ്, അടുത്ത കിച്ചൂട്ടിയാണ് ഷോൾ ഇടാൻ പോകുന്നത്. ഞങ്ങളിനി ഞങ്ങൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പക്ഷേ അതിന് മുന്നേറ്റ് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണുള്ളത്. ലെറ്റ്സ് ഗോ. கொஞ்சம் ஒரு 50 ரூபாய் வச்சுக்கோங்க. இருக்கு முன்னாடி இதெல்லாம் ஷோ பண்ணுவோம். இந்த மாதிரி பிளெயினில் வந்து போர்டர்ஸ் மட்டும்தான் இருக்குது. ஷோட் കുട്ടിക്ക് ഏതാ ഇഷ്ടമായി? എനിക്കിത്. എനിക്കുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട്സാണ് വേണ്ടേ. ബാക്ക്ഗ്രൗണ്ട് ഇതാണെങ്കിൽ നമ്മൾ ഒരു 400 രൂപ പറഞ്ഞ് 300 രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് സാധനം. ಬನ್ನಿ ಇಲ್ಲೇ ಬನ್ನಿ. ಹಲೋ
നമ്മുടെ ഷോപ്പിംഗ് മുഴുവനും കഴിഞ്ഞു. ഇപ്പോൾ ഒരു 4 o'clock ആയിട്ടുണ്ട്. ഞാൻ പോയ പോലെയല്ല തിരിച്ചു വന്നിരിക്കുന്നത്. നോക്കൂ, ഞാൻ ഫുൾ ടയർഡെന്ന് പറഞ്ഞാൽ നല്ല ടയർഡാണ്. അവിടെ നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുമ്പോൾ ഓൾറെഡി അവിടെ പിക്ക് പോക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഫോൺ അധികം പുറത്തെടുത്ത് വെച്ചിട്ട് എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറേ ഷോപ്സിൽ കയറി അത് സെലക്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വ്ളോഗ് എടുത്ത് എല്ലാം കാണിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ മെട്രോ സ്റ്റേഷനിൽ തിരിച്ചു പോകാൻ അതിനടുത്ത് ഞങ്ങളൊരു അവിടെ കണ്ട് കുറച്ച് എന്തൊക്കെയോ ലെമൺ ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, അങ്ങനെ എന്തൊക്കെയോ, പിന്നെ കോൺ, അതൊക്കെ കഴിച്ചു. അല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുമോ. അപ്പോൾ ഞാനോർത്തു ഇവിടുന്ന് സ്ട്രേറ്റ് ചിക്പേട്ട് ഫ്രണ്ടിൽ തന്നെയായിരുന്നു മെട്രോ. അതുകൊണ്ട് ഇവിടെ അധികം നല്ല ഷോപ്സ് ഞാൻ കണ്ടില്ല, സ്ട്രീറ്റ് ഫുഡ്സാണ് കണ്ടത്. അപ്പോൾ ഞാനോർത്ത് ഓക്കെ നമുക്കെന്നാൽ BTM ചെന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. പിന്നെ കിച്ചൂട്ടി ആണെങ്കിൽ ഓൾറെഡി ഫുൾ ടയേർഡാണ്. ഞങ്ങളുടെ കാലൊക്കെ ഉണ്ടല്ലോ വേദന എടുക്കുക, ഇങ്ങനെ നടന്ന് വിശക്കുന്നുണ്ട്. BTM ചെന്നിട്ട് കഴിക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഞങ്ങളുടെ മെട്രോ, അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിന് ഒരു 2 minutes വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് ചെയ്ത് നോക്കിയാൽ കിച്ചൂട്ടി ഡാറ്റ കളക്ട് ചെയ്യണം കൈൻഡ് ഓഫ്. അവൻ എന്തിന്റെ സെയിൽസാ? നമ്മൾ രാവിലത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി ഒന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ അഖിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തത്. അഖിൽ പറഞ്ഞു ഇവിടെ ജയനഗറിൽ പോകുന്നതിന് മുന്നേ കുറച്ചും കൂടെ ഷോപ്പിംഗ് ചെയ്യാം, അപ്പം നമ്മളെ വന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. എൻ്റെ ഐഡിയ ഒന്നുകൂടെ പറ, കേട്ടില്ല. എൻ്റെ ഐഡിയ ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്നെയും കിച്ചുട്ടിനെയും ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ജയനഗർ പോവാണ്. ഇപ്പം രാത്രി 8 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ പോയി ബാക്കിയുള്ള ഷോപ്പിംഗ് കൂടെ ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്തു. നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തിരിക്കുമായിരുന്നു, ഒന്ന് കാമായിട്ടിരിക്കുമായിരുന്നു. പക്ഷേ വെറുതെ റൂമിലിരിക്കാൻ പറ്റത്തില്ലല്ലോ, എന്തായാലും വന്നു. അപ്പോൾ നമ്മളൊന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വിശേഷങ്ങൾ ഞാൻ ഇതുവഴി കാണിച്ചു തരാം. സോ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ജയനഗറിലാണ്. ഇവിടെ ഫുൾ കുർത്തി ടോപ്സ് ഒക്കെ ഇവിടെ ഭയങ്കര അവൈലബിൾ ആണ്. നോക്ക് എന്ത് രസമാണ് കാണാൻ. ഉണ്ടോ ഇവിടെ? അവിടെ നിന്ന് വേണ്ട, ഇവിടെ വെറും 150 രൂപയ്ക്ക് ടോപ്പ് കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലാണ് കിച്ചൂട്ടിക്ക് ഏതെടുക്കണം എന്നറിയത്തില്ല അല്ലേ. ഈ കിടക്കുന്ന ടോപ്പ് ഫുള്ള് 150 ഉള്ളൂ. ഇവിടെ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഭ്രാന്താവും എവിടെ നിന്ന് എന്തെടുക്കണം എന്ന്. ഇവിടെയാണ് ഞാൻ തേടി നടന്ന കുർത്തീസ് മുഴുവനുള്ളത്. ലൈക്ക് എനിക്ക് കോട്ടൺ ഷോർട്ട് കുർത്തീസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ അതുകൊണ്ട് അതൊക്കെ ഇവിടെ ഭയങ്കര ചീപ്പ് റേറ്റിൽ അവൈലബിൾ ആണ്. ഇതിനൊക്കെ 250 ആണ് വരുന്നത്. നമ്മുടെ ജയനഗറിൽ നമ്മൾ പോയേ, ജയനഗറിലെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നു. എഗെയിൻ നമ്മളിനി ഒന്ന് ഡിന്നറിന് പോവുകയാണ്. അപ്പം അതിനുവേണ്ടി നമ്മളിന്ന് റെഡിയായി. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. അപ്പം എല്ലാവരും റെഡി. അപ്പോൾ നമ്മൾ ഡിന്നറിന് പോയിട്ട് തിരിച്ചു വരും. പിന്നെ ഡിന്നറിന് പോകുന്ന കാര്യങ്ങളെ കാണിക്കാൻ പോകുന്നത്. നാളെ നമ്മൾ തിരിച്ചു പോവുക. അപ്പം അതുകൊണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ് തിരിച്ചിട്ട് പറഞ്ഞു. And this is Kichu's outfit. My Chetan, Achu Chetan, he is born and brought up in Bangalore. Hi Paracheta. Hi. And this is Sonia. Chevettam verte. Sonia. This is Sonia. ഇത് രാഹുൽ. അങ്ങനെ നമ്മൾ രാഹുൽ. ഇതാണ് അഖിൽ മോൻ. അഖിലാണ് ഈ ബാംഗ്ലൂരിലെ ഓക്കെ. അഖിലാണ് ഇവിടുത്തെ മെയിൻ. അഖിലല്ലേ ഞങ്ങള് വൈകിട്ട് ഒരു നേരം നിൽക്കട്ടെ. ഇവിടെ നോക്ക്,
എന്തായാലും കുറച്ച് നോക്കണം. അതറിയില്ല. ಎಲ್ಲಿರೋದು